ബൈബിളിൽ കാണാത്ത ബൈബിൾ കഥകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു ദിവസം ഈശോയും ശിഷ്യന്മാരും അവർക്ക് താമസിക്കാൻ സ്ഥലം തേടി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിലൊരു വൃദ്ധൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഈശോയെ നമുക്ക് അദ്ദേഹത്തോട് സഹായം ചോദിച്ചാലോ? ഈശോ പറഞ്ഞു, അല്ല പത്രോസേ, അദ്ദേഹത്തിനാണ് നമ്മുടെ സഹായം ആവശ്യമുള്ളത്. അവർ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ചെന്നു. അപ്പോൾ യൂദാസ് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടി, ഈശോയെ അങ്ങോട്ട് പോകരുത്, അയാളൊരു കുഷ്ഠരോഗിയാണ്. അവർ നോക്കിയപ്പോൾ കണ്ടു, ദേഹമാസകലം കുഷ്ഠരോഗം ബാധിച്ച് വ്രണങ്ങളാൽ നിറഞ്ഞ ഒരു വ്യക്തി. ഈശോ അയാളുടെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് അയാളെ കൈനീട്ടി തൊട്ടു. അയാൾ പറഞ്ഞു, എന്നെ തൊടരുത്, എൻ്റെ രോഗം നിങ്ങൾക്കും പിടിക്കും. ഈശോ പറഞ്ഞു, ഇല്ല, ഞാൻ താങ്കളുടെ ഹൃദയം കാണുന്നു. താങ്കൾ എന്നും പ്രാർത്ഥിക്കാറുണ്ടെന്ന് എനിക്കറിയാം. താങ്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത്രമാത്രം വിഷമങ്ങളുണ്ടെങ്കിലും താങ്കൾ താങ്കൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അത് ഞാൻ കാണുന്നു. അതുകൊണ്ട് താങ്കൾ തീർച്ചയായും സൗഖ്യം പ്രാപിക്കാൻ അർഹനായവനാണ്. ഈശോ അയാളെ തൊട്ട് സുഖപ്പെടുത്തി. ഈശോയെ സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിനു മുമ്പിൽ നിരന്തരം യാചിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത കഥയുമായി കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.